ഈ പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് എനിക്കതിയായ ആഗ്രഹമുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പോലും എല്ലാവർക്കും അറിയാമല്ലോ. ഡോക്ടറുടെ കർശന നിർദ്ദേശമുള്ളതിനാൽ എനിക്ക് ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്. പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. MP ശ്രേയാംസ് കുമാർ. ശ്രീധരേട്ടൻ്റെ ഓർമ്മ എക്കാലവും നിലനിർത്തുക, അദ്ദേഹം പൊതുസമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ള ആശയത്തെ, ആദർശത്തെ, തത്വ സംഹിതകളൊക്കെ തന്നെ ഭാവി തലമുറയെ പഠിപ്പിക്കുക, പരിചയപ്പെടുത്തുക, അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന് ട്രസ്റ്റ് എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചെയ്തു തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം അരങ്ങിൽ ശ്രീധരേട്ടൻ്റെ ജന്മശതാബ്ദി വർഷത്തിൽ അദ്ദേഹത്തിന് സ്ഥിരമായ ഒരു സ്മാരകം എന്നുള്ള നിലയ്ക്ക് ഒരു സ്മാരക മന്ദിരം നിർമ്മിക്കാൻ ആവശ്യമായ തീരുമാനമെടുത്തുകൊണ്ടായിരുന്നു നമ്മളിതിൻ്റെ ആരംഭം കുറിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ മേഖലയിൽ, സാമൂഹ്യ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, ആരോഗ്യരംഗത്ത്, കാർഷിക മേഖലയിൽ എന്നുവേണ്ട മനുഷ്യനുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും കടന്നു കയറി സാമൂഹ്യ സേവനത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനത്തിന് മുൻപോട്ട് പോവുക എന്നതാണ് പ്രധാനമായും ഈ ട്രസ്റ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു സംവിധാനത്തെ, ഇതിൻ്റെ പ്രവർത്തനത്തെ മറികടക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടം ആളുകളുടെ പ്രവർത്തനത്തിൻ്റെതായ മുൻപോട്ടുള്ള പോക്കിലേക്ക് സഹായകരമായി പ്രവർത്തിക്കാനോ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തെ സഹായിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയെ സഹായിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക കൂട്ടായ്മയെ സഹായിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതുമല്ല. തികച്ചും നിസ്വാർത്ഥമായ രീതിയിൽ എന്താണോ ശ്രീധരേട്ടനെ പോലെയുള്ള ആളുകൾ പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളത്, അത് ഭാവി തലമുറയെ പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ് ഈ ട്രസ്റ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ദീർഘമായി ട്രസ്റ്റിനെ സംബന്ധിച്ച് ഇവിടെ പ്രതിപാദിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. സമയം പരിമിതമാണ്. പലർക്കും ട്രെയിനിന് തിരിച്ചു പോകേണ്ടതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് നേരത്തെ നമ്മളോട് സംബന്ധിച്ച് നമ്മളോടൊപ്പം ഉണ്ടാവുമെന്ന് ആഗ്രഹിച്ചിരുന്ന നമ്മുടെ RJDയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ MP ശ്രേയാംസ് കുമാർ, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ അടുത്ത ദിവസം അദ്ദേഹം ആശുപത്രിയിലായിരുന്നു, അഡ്മിറ്റായിരുന്നു. അദ്ദേഹം ഒരു കാരണവശാലും പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല, യാത്ര പാടില്ല എന്നുള്ള തരത്തിലുള്ള കർശന നിർദ്ദേശം ഡോക്ടറുടെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതിനാൽ വരാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിരുന്നു. നമ്മളെ അദ്ദേഹത്തിൻ്റെ സന്ദേശം നമ്മുടെ ട്രസ്റ്റ് ചെയർമാനോട് വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ആശംസകൾ നമുക്കുണ്ട്. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ ട്രസ്റ്റിൻ്റെ ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ MLA, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ എക്കാലത്തെയും അമരക്കാരനായിട്ടുള്ള ശ്രീ KP മോഹൻ അവർകളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, ട്രസ്റ്റിന് വേണ്ടി, എൻ്റെ വ്യക്തിപരമായും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗ നടപടികൾ നിയന്ത്രിക്കുന്നത് ട്രസ്റ്റിൻ്റെ ചെയർമാൻ മനയത്തി യന്ത്രനാണ്. ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തിൽ അഹോരാത്രം പണിപ്പെട്ട് ട്രസ്റ്റിൻ്റെ മെമ്പർഷിപ്പ് ഉൾപ്പെടെ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ രീതിയിൽ പ്രാഥമിക തലത്തിൽ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് 500-ഉം രണ്ടാം ഘട്ടം എന്ന നിലയ്ക്കും 1000-ലേക്കും ട്രസ്റ്റിൻ്റെ മെമ്പർഷിപ്പ് എത്തിക്കാൻ ആവശ്യമായ രീതിയിൽ അഹോരാത്രം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ട്രസ്റ്റ് ചെയർമാൻ ശ്രീ മനയത്തി യന്ത്രനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഇനം എന്നുള്ള നിലക്ക് നമ്മുടെ അരങ്ങിൽ ശ്രീധരനുമായി ബന്ധപ്പെട്ട്
അദ്ദേഹത്തിൻ്റെ ആശയ സംഹിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സാമൂഹ്യ നീതിയിൽ ജാതി സെൻസസിൻ്റെ പ്രസക്തി എന്ന വിഷയത്തെ അധികരിച്ച് സംസ്ഥാനാടിസ്ഥാനത്തിൽ നടത്തിയ ലേഖന മത്സരം, ആ മത്സരത്തിലെ വിജയികൾ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ ആളുകൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ 3 പേരെയും നജാത്ത് തസ്നീം, അതുപോലെ തന്നെ സുജിത് കുമാർ, നരേന്ദ്രൻ മാവു, ഈ 3 പേരെയും പ്രത്യേകം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം അവർക്ക് വിജയികൾക്കുള്ള സമ്മാനദാനവും മൊമെൻറ്റവും നൽകുന്നത് നമ്മുടെ കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദാണ്. അദ്ദേഹം ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ യോഗത്തിൽ ഉദ്ഘാടന സെഷനിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന NC മോയിൻകുട്ടി, കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായിട്ടുള്ള നമ്മളുടെ ട്രസ്റ്റിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള ഈ ഓഫീസ് റൂം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതിനാവശ്യമായ സൗകര്യം ചെയ്തു തന്നിട്ടുള്ള NC മോയിൻകുട്ടിയെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. RJDയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ MK ഭാസ്കരൻ, അദ്ദേഹം വളരെ നേരത്തെ തന്നെ നമ്മുടെ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ട് തന്നുണ്ട്. നമ്മളോട് എപ്പോഴും അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കുന്ന, നമ്മുടെ ട്രസ്റ്റിൻ്റെ വിജയത്തിന് നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന നമ്മളുടെ ട്രസ്റ്റ് അംഗങ്ങളിലൊരായിട്ടുള്ള നമ്മുടെ നേതാവ് ശ്രീ MK ഭാസ്കരനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ സന്നിഹിതരായിട്ടുള്ള ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളായിട്ടുള്ള ഗണേശൻ കാക്കൂർ, KK കൃഷ്ണൻ, PM നാണു, അതുപോലെ ട്രസ്റ്റിൻ്റെ മറ്റു ബോർഡ് അംഗങ്ങളായിട്ടുള്ള തോമസ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള രജീഷ് മാണിക്കോത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ RJDയുടെ നേതാക്കളായിട്ടുള്ള ഗണേശൻ കാക്കൂർ, വിമല കളത്തിൽ, MB അജിത, ജിജാദാസ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചെയർമാനെ ക്ഷണിക്കുന്നു. വടകരയും കോഴിക്കോടും കേരളത്തിലും പിന്നീട് ഇന്ദ്രപ്രസ്ഥത്തിലും ഇന്ത്യ മുഴുവൻ നിറസാന്നിധ്യമായിരുന്ന ഒരു സോഷ്യലിസ്റ്റായിരുന്നു അദ്ദേഹം. നമ്മെ വിട്ടുപിരിഞ്ഞപ്പോൾ കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളും എന്ന് പറഞ്ഞത് ആദർശത്തിൻ്റെ ആൾരൂപം വിടവാങ്ങി എന്നായിരുന്നു. സമരതീഷ്ണമായ തൻ്റെ യൗവനം രാജ്യത്തിൽ ഒരു സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട മഹാനായ ഒരു വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി 2022-23-24 നമ്മൾ സാഘോഷമായി കൊണ്ടാടുകയുണ്ടായി. ആ സമയത്ത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി, പിന്നീട് ജില്ലാ കൗൺസിൽ യോഗം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കണം, അദ്ദേഹത്തിൻ്റെ സ്മാരകമായി എന്ന് തീരുമാനിക്കുകയുണ്ടായി. അന്നത്തെ ജില്ലാ ഭാരവാഹികളായിക്കൊണ്ട് ഒരു ട്രസ്റ്റിന് രൂപം നൽകുകയുണ്ടായി. ആ ട്രസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ഉദ്ദേശം, അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി സ്മാരകമായി ഒരു പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുക എന്നതാണ്. അതത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല, നമുക്കറിയാം. പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തിൽ വലിയ ചെലവ് വരുന്ന, വലിയ ബാധ്യതയുള്ള ഒരു ദൗത്യമാണത്.
എങ്കിൽ പോലും പ്രാഥമികമായ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് അതിലേക്ക് എത്താം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അതിലിരുന്ന് കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഒരു ഓഫീസ് വേണം. അതിനുവേണ്ടി നമ്മളുടെ അന്വേഷണമാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ കയ്യിലുള്ള ഈ ഓഫീസ് ലഭ്യമാവാൻ സാഹചര്യം ഒരുക്കിയത്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്രയും കണ്ണായ സ്ഥലത്തൊരു കെട്ടിടം വാടക കിട്ടണമെങ്കിൽ വലിയ വലിയ സംഖ്യ കൊടുക്കണം. സ്ക്വയർ ഫീറ്റിന് 200 രൂപയൊക്കെയാണ് അവർ പല സ്ഥാപനങ്ങൾക്കും നൽകുന്നത്. ഇത് ഏകദേശം 600 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു മുറിയാണ്. ഇത് കുറച്ചും കൂടി നീളമുള്ള ഒരു കെട്ടിടമായിരുന്നു. നമുക്ക് അനുഭവിച്ചത് അത്രയും സ്ഥലത്ത് നമ്മൾ പാർട്ടീഷൻ നടത്തി ഇത് ഇന്ത്യയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി 2 ലക്ഷം രൂപയോളം വേണ്ടി വന്നു. പിന്നെ കസേര, സൗണ്ട് സിസ്റ്റം, ഇലക്ട്രിഫിക്കേഷൻ, അതിനുവേണ്ടി ഏകദേശം 1 ലക്ഷം രൂപയോളം വന്നു. 2 വർഷത്തെ വാടക കെട്ടിവെക്കാൻ വേണ്ടി 2,50,000 രൂപയോളം വേണ്ടി വരും. അങ്ങനെ ഒരു 5 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു പദ്ധതി. നമ്മളതിനു വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, കൂട്ടായ്മ ഉണ്ടാക്കി നമ്മൾ അത് സമാഹരിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യത്തെ ഘട്ടത്തിൽ ശ്രീധരേട്ടനോട് സ്നേഹമുള്ള, ബന്ധമുള്ള, അദ്ദേഹത്തെ ആദരിക്കുന്ന, ആരാധിക്കുന്ന ഒരു വലിയ ജനവിഭാഗം കേരളത്തിലുണ്ട്. കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഒരു 1000 അംഗങ്ങളെ ചേർക്കുക. ഒരു അംഗത്വത്തിൻ്റെ ഫീസ് 2000 രൂപയാണ്. ഞങ്ങൾ നടത്തിയ ശ്രമങ്ങൾ എല്ലാവരും വലിയ തോതിൽ ഞങ്ങളെ പിന്തുണച്ചു. ഏകദേശം ഒരു 400ഓളം ആളുകളെ ഇതിനോട് ചേർത്ത് കഴിഞ്ഞു. അത് 2-3 മണ്ഡലങ്ങളിൽ മാത്രമാണ്. മറ്റു മണ്ഡലങ്ങളിൽ കിടന്നാൽ 1000 ആളുകൾ ചേർക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ്. അതിൻ്റെ പലിശ കൊണ്ട് വേണം ഇതിൻ്റെ വാടകയും മെയിൻ്റനൻസും നടത്തിക്കൊണ്ടു പോകാൻ. നമ്മൾ മറന്നു പോകുന്ന സോഷ്യലിസ്റ്റുകൾ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വർഷങ്ങളോളം ത്യാഗം സഹിച്ച ആളുകൾ, പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായവരെയൊക്കെ ആദരിക്കുക. നാദാപുരം മണ്ഡലത്തിൽ ഒരു 10-50 പേരെ ഒന്നിച്ച് ആദരിക്കുകയുണ്ടായി. അതിനുശേഷം അവിടെ വരാൻ സാധിക്കാത്തവരെ വീട്ടിൽ പോയി ഞങ്ങൾ ആദരിക്കുകയുണ്ടായി. വലിയ ആവേശകരമായ അനുഭവമായിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റാത്ത. ഞാൻ അവിടെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ മക്കളും പേരമക്കളും എല്ലാം വല്യച്ഛൻ്റെ, അച്ചാച്ചൻ്റെ ഈ ഷോളണിയിക്കുന്ന ആ ചടങ്ങ് ക്യാമറയിൽ പകർത്താനൊക്കെ ആവേശകരമായി നിൽക്കുകയാണ്. എല്ലാ സ്ഥലത്തും അവർ ഭക്ഷണം ഒരുക്കുകയാണ്, കലത്തപ്പവും നെയ്യപ്പവും ഭക്ഷണം സാധനങ്ങളൊക്കെ. അപ്പം അങ്ങനെ നമ്മുടെ പ്രവർത്തകന്മാരെ ഒന്നുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് അവർ നിൽക്കുന്നത്. അതുപോലെ തന്നെ വിലങ്ങാട്, അതൊരു ചെറിയ സംഭവമല്ല. വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ മാത്യു മാഷ് എന്ന് പറയുന്ന നമ്മുടെ വിദ്യാർത്ഥി ജനതയുടെ മടപ്പള്ളി കോളേജിൽ യൂണിയൻ പ്രസിഡന്റായി മത്സരിച്ച മാത്യു മാഷ് സർക്കാർ അധ്യാപകനായിട്ടും അദ്ദേഹം ഓരോ സമയത്തും പാർട്ടി, ജനതാദൾ, ജനതാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി. അനുസ്മരണം നടന്നപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, ആവശ്യമായ കരുതലുകളില്ലാതെ, ആവശ്യമായ സൗകര്യങ്ങളില്ലാതെ, വസ്ത്രമില്ലാതെ, പുസ്തകമില്ലാതെ വരുന്ന കുട്ടികൾക്കൊക്കെ ഇയാളെ ശമ്പളത്തിൽ നിന്ന് ഇയാൾ വാരിക്കോരി കൊടുക്കുകയാണ്. നേരത്തെ ദുരന്തമുണ്ടായപ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ അദ്ദേഹം ഈ പ്രാവശ്യം ഉരുൾപൊട്ടലുണ്ടായപ്പോൾ വിലങ്ങാട് മലയിൽ കയറി എല്ലാവരോടും ഒഴിഞ്ഞു പോകാൻ പറയുകയാണ്. അങ്ങനെ 100 കണക്കിന് കുടുംബങ്ങളെ നിമിഷങ്ങൾ കൊണ്ട് അദ്ദേഹം മാറ്റി പാർപ്പിച്ചു, തടവരയിൽ കൊണ്ടുവന്നു. അവസാനം അദ്ദേഹത്തെ രക്ഷപ്പെടാൻ വേണ്ടി കയർ എറിഞ്ഞു കൊടുക്കുകയാണ്. 2-3 പ്രാവശ്യം എറിഞ്ഞു കൊടുത്ത് അദ്ദേഹം ഐ ആം സേഫ്, ഞാൻ സുരക്ഷിതനാണ്, നിങ്ങൾ പോയിക്കൊള്ളൂ. ആ കയറ് പിടിക്കാൻ സാധിക്കാത്തൊരു ദുർബലമായ അല്ലെങ്കിൽ ഒരു ഭീകരമായ മുഹൂർത്തത്തിൽ ഉരുൾപൊട്ടൽ ശക്തിയിൽ അദ്ദേഹം ഒഴുകിപ്പോവുകയാണ്. 2 ദിവസം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ശവശരീരം കിട്ടാൻ. ആ മനുഷ്യസ്നേഹിയായ സോഷ്യലിസ്റ്റുകാരൻ ഒരു നാടിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ജനതയെ കയ്യിലെടുത്ത് അവരെ സംരക്ഷിക്കാനുള്ള വലിയ ദൗത്യത്തിൽ ജീവൻ ബലി കൊടുത്ത
മാത്യു മാഷയെ അനുസ്മരിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം വളരെയധികം ആദരവോടുകൂടി ഈ കാര്യത്തെ പുലർത്തുകയുണ്ടായി. നമ്മൾ പറയുന്നു പല ചെറിയ ചെറിയ കാര്യങ്ങൾക്കും വലിയ ദുരന്തമായി പ്രഖ്യാപിക്കുകയും അവാർഡുകൾ കൊടുക്കാറുണ്ടല്ലോ. അദ്ദേഹത്തിന് ഈ ധീരതയ്ക്കുള്ള ദേശീയ പുരസ്കാരം നൽകണമെന്ന് അരങ്ങിൽ ശ്രീധരേട്ടൻ്റെ പേരുണ്ടാക്കിയ ട്രസ്റ്റ്, അസറ്റ് എന്ന പേര് അറിയപ്പെടുന്ന ട്രസ്റ്റ് ആവശ്യപ്പെടുകയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ കോഴിക്കോട് എയർപോർട്ട് വേണമെന്ന് ആദ്യമായി പറഞ്ഞ MP ശ്രീധരേട്ടനായിരുന്നു. നമ്മൾ പാറ്റ്നയിൽ പോകുമ്പോൾ ജയപ്രകാശ് നാരായണന്റെ, ഭുവനേശ്വറിൽ പോകുമ്പോൾ അവിടെ ബിജു പട്നായിക്കിന്റെ, അതുപോലെ കർണാടകത്തിൽ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡറുടെ ഒക്കെ പേരിലാണ് അവിടുത്തെ എയർപോർട്ടുകൾ അറിയപ്പെടുന്നത്. ഞങ്ങൾ പറയുന്നു കോഴിക്കോട് എയർപോർട്ട് അരങ്ങിൽ ശ്രീധരേട്ടന്റെ പേരിലായിരിക്കണം, അതിനുവേണ്ടി തീരുമാനമെടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇതിനൊരു ചരിത്രപരമായൊരു സാങ്കത്യമുണ്ട്. ഞങ്ങൾ മോയിൻകുട്ടിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഈ സ്ഥലത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ ന്യായമായ രൂപത്തിൽ അദ്ദേഹം ഫിനാൻസ് കമ്മിറ്റി അംഗവും കൂടിയാണ്. ഡെപ്യൂട്ടി മേയർ വളരെ താല്പര്യത്തോടുകൂടി ശ്രീധരേട്ടനാണല്ലോ സൗജന്യമായി കൊടുക്കേണ്ടതാണ്, പക്ഷെ ഞങ്ങളുടെ പാർട്ടിക്ക് അടക്കം കൊടുത്തത് സ്ക്വയർ ഫീറ്റിന് 40-50 രൂപക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ചുരുങ്ങിയ ഒരു സംഖ്യക്ക് ഈ സംഗതി കിട്ടി ഞങ്ങൾക്ക്. അതുപോലെ തന്നെ ഈ റോഡിന്റെ പ്രത്യേകതയുണ്ട്. ഈ റോഡിന്റെ പേര് ജയപ്രകാശ് നാരായണൻ റോഡ് എന്നാണ്. മോയിൻകുട്ടി മുമ്പ് കൗൺസിലറായിരുന്ന അവസരത്തിൽ ഇവിടെ കൊണ്ടുവന്ന കോർപ്പറേഷൻ കൊണ്ടുവന്ന പ്രമേയത്തിലൂടെയാണ് ഈ ജയപ്രകാശ് നാരായണൻ റോഡ് എന്ന പേര് ഈ റോഡിന് കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും JP-യുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. അങ്ങനെ സോഷ്യലിസ്റ്റുകളുടെ പേരിൽ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് ആചാര്യൻ എന്നവകാശപ്പെടുന്ന സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ മഹാനായ ആ വിപ്ലവകാരിയുടെ പേരിലുള്ള റോഡിൽ മറ്റൊരു സോഷ്യലിസ്റ്റായ അരങ്ങൽ ശ്രീധരേട്ടന്റെ പേരിൽ ഒരു ഓഫീസ് സംജാതമായിരിക്കുന്നു. ഈ ഓഫീസ് വെറും 4 ചുവരുകൾക്കുള്ളിൽ ഓഫീസല്ല. നമുക്ക് അനുസ്മരണങ്ങൾ, സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ, പ്രസ്ഥാനത്തിന്റെ ഒരു ആസ്തിയായി, സൗകര്യപ്രദമായ ഒരു കേന്ദ്രമായി, ഒരു ആരൂഢമായി ഈ ഓഫീസ് മാറണം. അങ്ങനെ ശ്രീധരേട്ടന് ചില സ്മാരകമായൊരു കെട്ടിടമുണ്ടാവുക, പഠന ഗവേഷണ കേന്ദ്രം ഉണ്ടാവുക, ഇവിടെ ശ്രീധരേട്ടന് ലൈബ്രറി ഉണ്ടാവുക. ശ്രീധരേട്ടൻ ഉപയോഗിച്ച കുറേയധികം പുസ്തകങ്ങൾ നേരത്തെ ഒരു ലൈബ്രറി തുടങ്ങാൻ വേണ്ടി കൊടുക്കും, പക്ഷേ ആ ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഇവിടെ ഒരു ലൈബ്രറി തുടങ്ങാൻ സാധിക്കണം. ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷന്റെ ആസ്ഥാനമാക്കി മാറ്റാൻ സാധിക്കുമോ? നിരന്തരമായി ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു അക്ഷയ കേന്ദ്രം പോലുള്ള ഒരു ഓൺലൈൻ സർവീസ് സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ? ആൾക്കാർക്ക് സൗകര്യങ്ങളും സേവനങ്ങളും നൽകാൻ പറ്റുന്ന ആ രൂപത്തിൽ നല്ലൊരു ഓഫീസായി ഇത് മാറണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വലിയ പിന്തുണയാണ്. ഓരോ പ്രദേശത്തും പോയപ്പോൾ 2000 രൂപ വലിയ സംഖ്യയാണ്, എങ്കിൽ പോലും അതിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം 1934 പിറവികൊണ്ടു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. 1974-75 സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ദേശീയ സമ്മേളനം കോഴിക്കോട് നടന്നത്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമാണിത്. ഏതൊരു ജനാധിപത്യവാദിക്കും സോഷ്യലിസ്റ്റിനും അഭിമാനത്തോട് ഓർക്കുന്ന ഈ സന്ദർഭം പോരാട്ടത്തിന്റെയും ജനാധിപത്യത്തിന്റെയും വലിയ സ്മാരകങ്ങൾ പണിയാൻ നമുക്ക് സാധിക്കണം. ഈ വർഷം എന്തുകൊണ്ട് സോഷ്യലിസ്റ്റുകൾക്ക് ഒരു വലിയ ഫെസ്റ്റിവൽ നടത്തിക്കൂടാ? ഞങ്ങൾ പറയുന്നു, ഇന്ത്യയിൽ ഇപ്പോഴും ആരാധനയോടുകൂടി സോഷ്യലിസത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആയിരക്കണക്കിന് നേതാക്കന്മാരും പ്രവർത്തകന്മാരുമുണ്ട്. ലോക്യ വിചാരവേദി പല സന്ദർഭങ്ങളിലായി നടത്തുന്ന ഓൺലൈൻ ചർച്ചകളിലൊക്കെ അങ്ങ് ഒറീസയിലും ബീഹാറിലും ആസാമിലും ഉത്തർപ്രദേശിലും കർണാടകത്തിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തലയെടുപ്പുള്ള ദക്ഷിണാശാലികളായ നേതാക്കന്മാരുണ്ട്. അവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ലോക്യ വിചാരവേദി ഈ ഏപ്രിൽ മാസം അവസാനം നടത്തുന്നുണ്ട്. അതുമായി കോൺട്രാഡിക്റ്റ് ചെയ്യാതെ വടകരയിലോ അല്ലെങ്കിൽ കോഴിക്കോടോ വലിയ ഒരു സോഷ്യലിസ്റ്റ് ഫെസ്റ്റിവൽ നടത്താൻ
ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അത്തരമൊരു സംഗമം നടത്താൻ ആലോചിച്ചെങ്കിലും പല കാരണങ്ങളാൽ നടന്നില്ല. സോഷ്യലിസം എന്ന വാക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പുതിയ തലമുറയെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സോഷ്യലിസത്തെയും കുറിച്ച് പഠിപ്പിക്കാൻ നമുക്ക് അരങ്ങിൽ ശ്രീധരൻ സ്മാരക ട്രസ്റ്റ് ചാരിറ്റി ട്രസ്റ്റ് ഉപകരിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാവണം എന്നാവശ്യപ്പെടുകയാണ്. വരുന്ന ആഗസ്റ്റ് മാസം 9, 10 അല്ലെങ്കിൽ അത് കഴിഞ്ഞ് മഴ കഴിഞ്ഞിട്ട് ഗാന്ധി എല്ലാവരും വിസ്മരിക്കുകയാണ്. ഗാന്ധിയെ വീണ്ടും ഓർമ്മിക്കാൻ വടകരയിൽ 3 ദിവസം നിൽക്കുന്ന വലിയ പരിപാടിക്ക് വേണ്ടിയുള്ള പ്രാഥമികമായ ആലോചന നടന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് പുറത്തിറക്കി ഈ രാജ്യത്തെ ജനാധിപത്യം എന്താണെന്നും സോഷ്യലിസം എന്താണെന്നും മനുഷ്യൻ വർഗീയതയുടെയും മതത്തിന്റെയും സമുദായത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഒന്നാണെന്ന് വിളിച്ചു പറഞ്ഞ അരങ്ങിൽ ശ്രീധരേട്ടനെ പോലെയുള്ള ആളുകളുടെ ചിന്താധാരകൾ പുതിയ തലമുറയെ പരിചയപ്പെടുത്താൻ നമുക്കുള്ള അവസരമായി ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനത്തിൽ നിങ്ങളുടെ എല്ലാം പിന്തുണ വേണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, അതുപോലെ ഞങ്ങൾ ജാതി വ്യവസ്ഥയും അതുപോലെ ജാതി സെൻസസും സാമൂഹ്യനീതിയും എന്ന വിഷയത്തെ സംബന്ധിച്ചൊരു അഖില കേരള വായന മത്സരം നടത്തിയപ്പോൾ ധാരാളം എൻട്രികൾ അതിൽ വന്നു. അതിൽ നല്ല കനപ്പെട്ട ലേഖനങ്ങൾ ഉണ്ടാവുകയുണ്ടായി. 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ വളരെ കരുത്തുറ്റ ലേഖനങ്ങളാണ്. വലിയ മത്സരം, ചെറിയ ചില മാർക്കുകൾക്ക് വേണ്ടി മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ നദാ തസ്ലീം എന്ന് പറയുന്ന ആർക്കിടെക്ട് അവർ 1ാം സ്ഥാനം കരസ്ഥമാക്കുകയുണ്ടായി. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. 2ാം സ്ഥാനം നേടിയത് സുജിത് കുമാർ PK ആണ്. കരുത്തുറ്റ ലേഖനമാണ്. പുതിയ തലമുറ പഠിക്കുകയാണ് ഇതിനെ സംബന്ധിച്ചൊക്കെ. സാമൂഹ്യനീതി അല്ലെങ്കിൽ ജാതി സെൻസസ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു സംഗതിയെ സംബന്ധിച്ച് പുതിയ തലമുറ അതിനെക്കുറിച്ച് അറിയുന്നുണ്ട് എന്നൊരു തെളിവാണ്. സുജിത് കുമാർ PKയും ഞാൻ അഭിനന്ദിക്കാൻ സന്ദർഭം ആഗ്രഹിക്കുകയാണ്. 3ാം സ്ഥാനം നേടിയിട്ടുള്ളത് നരേന്ദ്ര മാവു എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനത്തിൽ എല്ലാ പിന്തുണയും സഹായവും നൽകിയ ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ മഹാദൗത്യം, ഈ വലിയ ചാരിതാർത്ഥജനകമായ ഈ മുഹൂർത്തത്തിൽ, ഈ സായന്തനത്തിൽ ഞങ്ങളുടെ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ KP മോഹൻ MLA അവരോട് നാടപുരത്ത് ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടന പ്രസംഗം നടത്താൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഇന്നലെ നമ്മുടെ പ്രസിഡന്റ് ശ്രേയംസ് കുമാറിനെ കണ്ടിരുന്നു. അദ്ദേഹം ഇന്നലെ പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് വരണം താല്പര്യം, അദ്ദേഹം വരും എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും മൂവ് പോകരുത്. അതുപോലെ തന്നെ വേണമെങ്കിൽ നമ്മളോട് ഇതിൻ്റെ സംഘാടകന്മാരുടെ ഡോക്ടർ തന്നെ സംസാരിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ന്യൂമോണിയയിലേക്ക് കടക്കരുത്, ആരോഗ്യം സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധമായിരിക്കുകയാണ്. അദ്ദേഹം സന്ദേശത്തോടെ വായിച്ചു. അതോടൊപ്പം തന്നെ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയിട്ടുള്ള സമ്മാനാർഹർക്ക് വിനോദ് പയ്യട ജാതി വ്യവസ്ഥ എന്ന ഡോക്ടർ രാമനോഹർ ലോഹയുടെ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് അതിൻ്റെ കൂടെ ചില റെഫറൻസുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഹിന്ദുമതം അതുപോലെ ആ പുസ്തകം വിനോദ് പയ്യട അദ്ദേഹമാണ് വിവർത്തനം ചെയ്ത് അദ്ദേഹം ഈ 3 വിജയികൾക്കും നൽകുന്നതിന് വേണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. സമ്മാന വിതരണത്തോടൊപ്പം അതുകൂടി നൽകുന്നതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മോഹനേട്ടനെ ഉദ്ഘാടന പ്രസംഗം നടത്താൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അരങ്ങിൽ ശ്രീധരൻ സോഷ്യൽ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നിർവഹിച്ചതായിട്ട് ആദ്യമായിട്ട് അറിയിക്കും. അരങ്ങിൽ ശ്രീധരേട്ടനെ കുറിച്ച് പറയുമ്പോൾ ശ്രീധരൻ ഒക്കെ പിന്നെ ഞങ്ങൾ പണ്ട് പറയാറ് സഖാവ് ശ്രീധരേട്ടൻ എന്നാണ് പലപ്പോഴും പറയാറ്. അതിന് പേര് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ തന്നെ അന്ന് IS ആയിരുന്ന കാലത്തൊക്കെ തന്നെ ഒരു ആവേശമുണ്ട്. പലപ്പോഴും പ്രത്യേകിച്ച് പാനൂർ പ്രദേശങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ശ്രീധരേട്ടൻ അധികവും വരാറുണ്ടാകുന്നത് അന്നത്തെ സംഘടനകൾ ഉണ്ടാകുമ്പോഴും സഖാ PR മർദ്ദിച്ചപ്പോഴും അതോടൊപ്പം അതിന് ശേഷമുള്ള സംഘടനകളും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചേർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സഖാ PR ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ അന്നൊക്കെ തന്നെ അവിടെയൊക്കെ തന്നെ നടന്നുകൊണ്ട് അതിനെതിരെ കാൽനട പ്രചരണ ജാഥ നടത്തിയ സഖാവായിരുന്നു സഖാവ് ശ്രീധരൻ. ആ പോകുന്ന വഴിക്ക് കല്ലിക്കല്ലിയിൽ വെച്ച് അദ്ദേഹത്തിനും KM സുബ്ബു സാഹിബിനൊക്കെ തന്നെ മർദ്ദനമേലും. ഇതൊക്കെ തന്നെ പഴയ കാലത്തെ ചരിത്രമാണ്.
അങ്ങനെ ധീരമായ നിലപാടുകളുടെ മറ്റുള്ള പ്രവർത്തകർക്ക് സഖാക്കൾക്ക് ആവേശം പകർന്നുകൊണ്ട് മുന്നോട്ട് പോയ സഖാവ് ശ്രീധരേട്ടൻ്റെ പേരിൽ വളരെ അന്വർത്ഥമായ ഒരു എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. അത് സാധാരണക്കാരനും പാവപ്പെട്ടവർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും പുതിയ തലമുറയിലേക്ക് കടക്കാൻ പോകുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ തന്നെ പഠിക്കാൻ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കടക്കം ഒരു അസറ്റായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഓഫീസും ഇത് മാത്രമായിട്ട് പോരാ. ഇപ്പോൾ ഞങ്ങൾ PR ചാരിറ്റബിൾ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഉണ്ട്. ഏകദേശം ഒരു വർഷത്തിൽ 2-3 പരിപാടികളൊക്കെ തന്നെ നടത്തുന്നു. വീട് വെച്ച് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവർക്ക് രോഗനിർണയം നടത്തിക്കൊണ്ട് അതിനുവേണ്ട ചികിത്സാ സഹായം ഇതൊക്കെ തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്ത് അതോടൊപ്പം തന്നെ ജനാധിപത്യ രംഗത്ത് എന്തൊക്കെ വേണം എന്നതിനെക്കുറിച്ചുള്ള ഒരു അവബോധം നമ്മുടെ പുതിയ തലമുറക്ക് നൽകാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു പഠന കേന്ദ്രമാക്കിയിട്ട് നമുക്ക് മാറ്റണം. അതിന് എവിടെയെങ്കിലും ഞാനതാണ് മൊയ്ൻകുട്ടിയോട് ഇതുവരെ ചോദിച്ചുകൊണ്ടിരുന്നത്, ഇവിടെ എവിടെയെങ്കിലും ഭൂമി കിട്ടുമെങ്കിൽ 1, 2, 3, 4, 5 സെൻറ്റ് കിട്ടിയാൽ നമുക്കത് റവന്യൂ വകുപ്പിലൂടെ അദ്ദേഹത്തിൻ്റെ പേര് സാധിപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ ഞാനതിന് വേണ്ടിയിട്ട് ഏകദേശം ഈ മാസമോ അതിൻ്റെ വിവരം അറിയിച്ചാൽ അതിന് വേണ്ട നടപടികൾ മുന്നോട്ട് പോകണം. ചെറിയ തുകക്ക് ആ ഭൂമി ലഭിക്കുകയും ചെയ്യും. കാരണം PR ജന്മശതാബ്ദി മന്ദിരം എടുത്തത് 12 സെൻറ്റ് സ്ഥലത്താണ്. റോഡ് സൈഡിൽ തന്നെയാണ്. 7,000 രൂപ സെൻറ്റിന് വെച്ചിട്ടാണ് അന്ന് മാനസർ കണ്ടത്. അപ്പോൾ റവന്യൂ വകുപ്പിൽ നിന്ന് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനുള്ള എന്ത് സഹായങ്ങൾ വേണമെങ്കിലും എൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് ഞാൻ ആദ്യമായിട്ട് പറയാം. ഞാൻ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ എന്തായിരുന്നു ശ്രീധരേട്ടൻ ലക്ഷ്യമിട്ടത്? അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറയുമ്പോൾ എപ്പോഴും ആവേശമാണ്. പ്രേമേട്ടനുള്ള സമയത്ത് പ്രേമേട്ടനെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഈ ടൗൺ ഹാളിൽ വെച്ച് യോഗം ചേർന്നപ്പോഴൊക്കെ തന്നെ ഞങ്ങൾ തമ്മിലും ഞാനും ശ്രീധരേട്ടനും തമ്മിലൊക്കെ തന്നെ ചെറിയ കഷവിശയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് എന്താ കാരണമെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും അത് അവസാനം കഴിഞ്ഞ് എത്തിയപ്പോൾ തലോടിക്കൊണ്ട് പറഞ്ഞു ഇങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞു. ആർക്കും വിട്ടുകൊടുക്കരുത്. യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ എന്താണ് എന്നറിഞ്ഞുകൊണ്ട് അതിന് ശബ്ദിക്കാൻ നമ്മളൊക്കെ തന്നെ തയ്യാറാവണം. അതായിരുന്നു ശ്രീധരേട്ടൻ. ആ ശ്രീധരേട്ടൻ്റെ പേരിൽ എന്ത് തന്നെയായാലും ഞാനതാണ് പറയുന്നത്. നമ്മൾ ശ്രീധരേട്ടൻ്റെ പേരിൽ ചെയ്യുന്ന ഓരോ കാര്യവും അത് പുതിയ തലമുറക്ക് മുതൽക്കൂട്ട് എന്ന് പറയുന്നത് സോഷ്യലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിവരയിട്ടുകൊണ്ട് പറയാവുന്ന ഒരു മുതൽക്കൂട്ടാണ്. അപ്പോൾ അതെന്താ എത്ര നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അത്ര നന്നായിട്ട് കൊണ്ടുപോകണം. ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയാം. വളരെയധികം വിഷമിച്ചുകൊണ്ടാണ് സാധാരണ ജനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. വളരെയധികം വിഷമിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ സ്ത്രീകളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. വളരെയധികം സമ്പന്നമാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധ്യമല്ല. ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള അപകടകരമായ സ്ഥിതിയിലാക്കാണ് കേരളത്തിൻ്റെ സമ്പദ്ഘടനയും മുന്നോട്ട് പോകുന്നത്. ഓരോ കാര്യങ്ങളും ഇന്ന് കാലത്ത് ഞാൻ 2-3 ഞങ്ങളുടെ PWDയുടെയും ജൽജീവൻ മിഷൻ്റെയും ഒക്കെ തന്നെ അവലോകന യോഗങ്ങൾ നടത്തിയപ്പോൾ വളരെയധികം നിരാശാജനകമായ കാര്യങ്ങളാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രതികരിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമ്മൾ മുന്നോട്ട് പോകണം. ചേട്ടനതായിരുന്നു ഏത് മുന്നണിയിലായാലും തെറ്റുകൾ കാണുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുക. PR-നോടൊപ്പം നിന്നുകൊണ്ട് ചന്ദ്രശേഖരനോടൊപ്പം നിന്നുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ. പണ്ട് കാട്ടാമ്പള്ളി സമരം കൃഷിഭൂമി കൃഷിക്കാരന് വേണ്ടി നേടിയെടുത്തപ്പോൾ ഇവിടെ മനയത്തെ സൂചിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കർഷകന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് FPO അടക്കം ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി അടക്കമുള്ള ഓർഗനൈസേഷൻ അടക്കം ഉണ്ടാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ആലോചിക്കാമെന്ന് പറയുന്നത്. കർഷകന് വേണ്ടിയുള്ളതായിരിക്കണം നമ്മുടെ സോഷ്യലിസത്തിൻ്റെ ഏറ്റവും വലിയ മുന്നോട്ടുള്ള ലക്ഷ്യം. കാരണം കൃഷിഭൂമി കൃഷിക്കാരന് വാങ്ങിച്ചു കൊടുത്തത് കേരളത്തിലെ സോഷ്യലിസ്റ്റുകളാണ്. കാട്ടാമ്പള്ളി സമരം അതായിരുന്നു. മുതുകാട് സമരം അതായിരുന്നു. അന്നൊക്കെ തന്നെ ശ്രീധരേട്ടനെയും ചന്ദ്രശേഖരനെയും PR-നെയും ഒക്കെ തന്നെ പോലീസ് അടിച്ച് നിലംപരിശാക്കിയപ്പോൾ അവിടെയൊക്കെ തന്നെ ഓടിയെത്താൻ ജനങ്ങളുണ്ടായിരുന്നു. ഓടിയെത്തിയ ജനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു രസകരമായ സംഭവമാണ്. പാനൂരിൽ നിന്നൊക്കെ തന്നെ തലശ്ശേരി ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്, കണ്ണൂർ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തപ്പോൾ നടന്നിട്ടും സൈക്കിളിലായിട്ട് പിന്നെ
ജോലി ചെയ്യുന്ന മുണ്ട് ചളിയും അടക്കമാണ് ജനങ്ങൾക്ക് തന്നെ. അതായിരുന്നു ആവേശം. നമ്മുടെ നേതാക്കന്മാരോട് അന്നത്തെ കാലഘട്ടത്തിൽ പ്രവർത്തകർക്കുള്ളൊരു ആവേശം അതായിരുന്നു. ഒന്നിനും വിട്ടുകൊടുക്കാത്ത ആളുകളായിരുന്നു സോഷ്യലിസ്റ്റ്. അതേ രൂപത്തിൽ തന്നെയായിരുന്നു. ഇതൊക്കെ തന്നെ ഇന്നത്തെ തലമുറക്ക് അറിയില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെയായിരുന്നു എന്ന് അതിശയത്തോടുകൂടി ചിന്തിക്കുന്ന രൂപത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തായിരുന്നു സോഷ്യലിസം എന്നതിനെക്കുറിച്ചും എന്തിനാണ് സോഷ്യലിസം എന്നതിനെക്കുറിച്ചും നമ്മുടെ RJD ആണെങ്കിലും സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് RJDയിലേക്ക് നമ്മുടെ മനസ്സിലൊക്കെ തന്നെ നടത്തില്ല. നമ്മുടെ ചോരയും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ രാഷ്ട്രീയപരമായ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നതല്ല. പക്ഷെ അതേസമയം ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം ഇത് പറയാതെ നിവൃത്തിയില്ല. ഒരിക്കലും തൻ്റെ സിദ്ധാന്തത്തിനും അതുപോലെ തന്നെ സോഷ്യൽ സിദ്ധാന്തങ്ങൾക്കും നിന്നും വ്യതിചലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് ശ്രീധരൻ്റെ ലക്ഷ്യമായിരുന്നു, ആവേശവുമായിരുന്നു. ഇതൊക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് ലക്ഷ്യം. ഇവിടെ സാമൂഹ്യ നീതിയാണ്, സോഷ്യൽ ജസ്റ്റിസാണ് ഇവിടെ നൽകുന്നത്. കുട്ടികൾക്കും ഒക്കെ തന്നെ ഞാനതൊക്കെ തന്നെ വായിച്ചു. സോഷ്യലിസ്റ്റ് പഠന ഗവേഷണ കേന്ദ്രം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ സക്രിയമായ ഇടപെടൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, തൊഴിൽ പരിശീലനം, അറിഞ്ഞതിൻ്റെ നിഷ്ഠൂരമായ ജീവിതം പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കുക. ഇതൊക്കെ തന്നെ ഉണ്ട് സാമൂഹ്യ നീതി, മതനിരപേക്ഷതയൊക്കെ തന്നെ നമ്മുടെ ഭാഗമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എൻ്റെ നാട്ടിൽ PR ലൈബ്രറി ഉണ്ട്. അവിടെ സോഷ്യലിസത്തെ കുറിച്ചുള്ള പഴയ കാലത്ത് ഒരുപാട് പുസ്തകങ്ങളുണ്ട് എന്ന് മാത്രമല്ല, പുതിയ തലമുറക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി മാസത്തിൽ 1-2 തവണ കോമ്പറ്റീഷനൊക്കെ തന്നെ നടത്തുകയാണ്. അപ്പോൾ നടത്തുമ്പോൾ കുട്ടികൾക്ക്, നമ്മളല്ലാത്ത കുട്ടികൾക്ക് പോലും അറിയുകയാണ് എന്തായിരുന്നു, ആരായിരുന്നു ഇവരൊക്കെ തന്നെ എന്നതിനെക്കുറിച്ച്. അപ്പോൾ സഖാവ് വർഗീസ് ജോർജിൻ്റെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട്. നമ്മുടെ മലബാറിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ സോഷ്യലിസ്റ്റിനെ കുറിച്ച് വരുന്നത്. അതൊക്കെ തന്നെ കുട്ടികൾ എത്തിച്ചു കൊടുക്കണം. അത് ആ പുസ്തകങ്ങളൊക്കെ തന്നെ എഴുതി ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള ഇന്നത്തെ പുതിയ തലമുറക്ക് വായിക്കാനും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇതാരായിരുന്നു, എന്തായിരുന്നു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എന്നതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇന്ന് രൂപീകരിച്ച അല്ലെങ്കിൽ ശ്രീധരൻ സോഷ്യൽ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് അസറ്റ് നല്ല അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ അസറ്റ് നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ സാധാരണ വിദ്യാർത്ഥികൾക്കും സാധാരണ യുവാക്കൾക്കും ഒക്കെ തന്നെ അത് കൂടുതൽ സോഷ്യലിസത്തെക്കുറിച്ചും സാമൂഹ്യ നന്മകളെക്കുറിച്ചും സാംസ്കാരികപരമായ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയൊരു എഫക്റ്റായിട്ട് മാറട്ടെ എന്നുകൂടി ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നന്ദി. രണ്ടാം സ്ഥാനം മാഡം